തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് 34-കാരിയെ കൊലപ്പെടുത്തി. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. പ്രതി കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചു എന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. ഇൻക്വസ്റ്റിനിടെ സംശയം തോന്നി പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്താനുള്ള കാര്യം എന്തായിരുന്നു? ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അമൃത, സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയാണ് ദിവ്യ. ദിവ്യയ്ക്ക് ആൺ സുഹൃത്തുക്കളുണ്ട് എന്ന സംശയം. ഈ സംശയത്തെ തുടർന്ന് ബസ്സിൽ പലപ്പോഴായി ദിവ്യയെ പിന്തുടരുന്ന ഒരു രീതി കുഞ്ഞുമോനുണ്ടായിരുന്നു. ദിവ്യയ്ക്ക് ആൺ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് ഇയാളുടെ അനുമാനത്തെ തുടർന്നാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചതെന്നും നെഞ്ചുവേദന മൂലം ഭാര്യ മരിച്ചുവെന്നും ഇയാൾ ബന്ധുക്കളെ അറിയിച്ചത്. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇൻക്വസ്റ്റിനിടെ പോലീസിന് സംശയം തോന്നി ഇത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെട്ടതാണെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് ഉടൻ തന്നെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത്. നടരാജിന്റെ ശബ്ദം നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. ഉടനെ ശരിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തൃശൂർ വരന്തരപ്പള്ളിയിലാണ് ഭർത്താവ് 34-കാരിയെ കൊലപ്പെടുത്തിയത്. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. നടരാജ് പരശുറാം തുടരുന്നുണ്ട്. നടരാജ്, ഈ ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചു എന്നായിരുന്നല്ലോ ഈ കുഞ്ഞുമോൻ ബന്ധുക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതെങ്ങനെ കൊലപാതകം ആണ് എന്ന് പോലീസ് കണ്ടെത്തി? സംശയരോഗത്തെ തുടർന്ന് ഇത്തരത്തിൽ കൊല നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ഭാര്യ ദിവ്യ സെയിൽസ് ഗേളായി വർക്ക് ചെയ്യുന്ന സ്ത്രീയായിരുന്നു. ഇവർക്ക് ആൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു. പലപ്പോഴും ദിവ്യ യാത്ര ചെയ്യുന്നത് ഇയാൾ ബസ്സിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ ആൺ സുഹൃത്തുക്കൾ ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് കൊലപ്പെടുത്തിയതാണ്. പിന്നീട് നെഞ്ചുവേദന മൂലം മരിച്ചുവെന്ന് ബന്ധുക്കളെ അറിയിച്ചു. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുമ്പോഴാണ് ശ്വാസം കൊല ചെയ്തതാകാമെന്ന സംശയം പോലീസിനുണ്ടാവുന്നത്. തുടർന്ന് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ കുറ്റം സമ്മതിച്ചത്. അത്തരത്തിലാണ് ഈ സംഭവത്തിന്റെ ചുരുൾ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഭാര്യ മരിച്ചു എന്ന വിവരം ഇയാൾ ബന്ധുക്കൾക്ക് കൈമാറി.